ശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയുടെ സ്നേഹത്തിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഒരു നിമിഷം പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ വചനം, തിരുവചനം എന്ന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധനായ സ്വർഗീയ പിതാവ് തൻ്റെ എല്ലാവിധ കൃപാവരങ്ങളാലും സ്നേഹത്താലും മക്കളായ നമ്മളെ നിറയ്ക്കുമാറാകട്ടെ. അവിടുത്തെ പുത്രനും നമ്മുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധമായ സാന്നിധ്യം നമ്മളെല്ലാ അപകടത്തിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവ് അവിടുത്തെ ദിവ്യദാനങ്ങളാൽ നമ്മളെ നിറയ്ക്കുകയും ദൈവികമായ കൃപാവരങ്ങൾ കൊണ്ട് നമ്മളെ വിശുദ്ധീകരിക്കുകയും ചെയ്യട്ടെ. ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ട പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവ് ദൈവം ഒരുക്കിയ രക്ഷ അനുഭവിക്കുവാനും അറിയിക്കുവാനുമുള്ള ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ദാനങ്ങൾ കൊണ്ട് നിറയുവാനും ദൈവികമായ സമാധാനത്തിൽ വളരുവാനും ഈ വചനം, തിരുവചനം എന്ന ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാനും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ദേവസ്വ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ക്ലാരയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പാദ്രി പിയോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സ്നേഹമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഈ രഹസ്യമാകട്ടെ, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെയെന്ന്. അതുപോലെ തന്നെ കൊളോസ്യ ലേഖനം 3:11 പറയുന്നു, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ഈ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് ഓർമ്മിക്കേണ്ടത്. എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നോക്കി സ്നേഹത്തോടെ ആദരവോടെ നമുക്ക് ആശംസിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ വചന ധ്യാനത്തിന് വേണ്ടി എടുക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ 32-ാം അധ്യായത്തിൽ 22 മുതലുള്ള തിരുവചന ഭാഗമാണ്. അവിടെയാണ് യാക്കോബ് ഒരു മൽപ്പിടുത്തം നടത്തുന്നത്. ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് അത്, നമുക്കറിയാം. യാക്കോബിൻ്റെ ജീവിതത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ സംഭവമാണത്. അതിലുപരിയായിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ജനസമൂഹത്തിൻ്റെ ജീവിതത്തിലെയും ഏറ്റവും വലിയ സംഭവമായിരുന്നു ഈ മൽപ്പിടുത്തം എന്ന് പറയുന്നത്. അപ്പോൾ പല രീതിയിലും രക്ഷാകര ചരിത്രത്തിൽ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നായി ഈ ഒരു സംഭവം മാറി എന്ന് നമുക്ക് ഓർക്കാം. രാത്രിയിൽ ഏതോ ഒരു അദൃശ്യ ശക്തി പോരാട്ടം നടത്തുന്നു എന്ന് കരുതി ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഇനി അതല്ല, യാക്കോബിന് തൻ്റെ ഉള്ളിൽ തന്നെ അനുഭവപ്പെട്ട ഭയത്തോടുള്ള മൽപ്പിടുത്തമാണ് ഇത് എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇനി അഗാധമായ ഒരു ആത്മീയതയുടെ, ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിൻ്റെ ഭാഗമായ ഒരു മൽപ്പിടുത്തമായിട്ടും വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എന്നാൽ അതിൻ്റെ പൊതു സ്വഭാവത്തിൽ ഈ സംഭവം ഒരു ദൈവദൂതനുമായിട്ടുള്ള, അല്ലെങ്കിൽ അല്പം കൂടെ കടത്തി പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള മൽപ്പിടുത്തമായിട്ട് ഇതിനെ കാണാവുന്നതാണ്. കാരണം ഈ സംഭവത്തിലൂടെയാണ് യാക്കോബിൻ്റെ പേര് മാറുന്നത്. ഈ സംഭവത്തിലൂടെയാണ് പുതിയൊരു വംശാവലി രൂപപ്പെടുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ സമൂഹത്തിൻ്റെ 3 പ്രധാനപ്പെട്ട പിതാമഹന്മാരെന്ന് പറയുന്നത് അബ്രാഹവും ഇസഹാക്കും യാക്കോബുമാണ്. ഇതിൽ യാക്കോബുമായിട്ടുള്ള മൽപ്പിടുത്തത്തിൻ്റെ അവസാനമാണ് അവർക്ക് ഒരു പുതിയ പേര് ലഭിച്ചത്. അത് ഇസ്രായേൽക്കാരുടെ ദേശത്തിൻ്റെ ദേശനാമമായും വർഗനാമമായും ഇതിവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ തൻ്റെ സഹോദരനായ ഏസാവുമായി കണ്ടുമുട്ടുവാൻ
പോകുന്നതിൻ്റെ ഒരുക്ക ദിവസമാണ്, തലേ ദിവസമാണ് ഇത് സംഭവിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് ഒരു ആത്മീയ തലത്തിലുള്ള മൽപ്പിടുത്തമായിട്ട് ഞാൻ സൂചിപ്പിച്ച പോലെ നമുക്കിതിനെ കാണാം. നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ചില മൽപ്പിടുത്തങ്ങൾ, ചില പിടിവലികൾ സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ഈ മൽപ്പിടുത്തത്തിൻ്റെ അവസാനമാണ് യാക്കോബിന് തൻ്റെ ശക്തി മനസ്സിലായെന്നുള്ളതാണ്. നമുക്കറിയാം, ഒളിച്ചോട്ടത്തിൻ്റെ ഒരു ജീവിതമായിരുന്നു യാക്കോബിൻ്റേത്. ഒരു പരിധിവരെ പറഞ്ഞാൽ സ്വസ്ഥമായി ശാന്തമായി ആ മനുഷ്യന് ജീവിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ജീവിതത്തെ നേരിടുവാൻ വേണ്ടി അദ്ദേഹത്തിനുള്ള ശക്തി ലഭിച്ചത് ഒരു മൽപ്പിടുത്തത്തിലൂടെയാണ്. അപ്പം ദൈവവുമായിട്ടുള്ള നിരന്തരമായ ഇത്തരത്തിലുള്ള ചില അനുഭവത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ദൈവം ശക്തിപ്പെടുത്തുന്നുണ്ട് എന്ന് വേണം വിശ്വസിക്കുവാൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ 32-ാമത്തെ അധ്യായത്തിൽ 7 മുതൽ തിരുവചന ഭാഗത്ത് ഈ തലേന്ന് യാക്കോബ് അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് അല്ലെങ്കിൽ സംഘർഷത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ദൂതന്മാർ തിരിച്ചു വന്ന് യാക്കോബിനോട് പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ സഹോദരനായ ഏസാവിൻ്റെ അടുക്കൽ ചെന്നു. അവൻ 400 ആളുകളുടെ അകമ്പടിയോടെ അങ്ങയെ കാണാൻ വരുന്നുണ്ട്. യാക്കോബ് വളരെയധികം ഭയപ്പെട്ടു, അസ്വസ്ഥനായി. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും ആടുമാടുകളെയും ഒട്ടകങ്ങളെയും എല്ലാം അവൻ 2 ഗണമായി തിരിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്. അതിനുശേഷം യാക്കോബ് തൻ്റെ 2 ഭാര്യമാരെയും മക്കളെയും ആടുമാടുകളെല്ലാം ആദ്യമേ തന്നെ ഈ അക്കരെ കടത്തി എന്നുള്ളതാണ്. യാബോക്ക് എന്ന് പറയുന്ന പുഴയുടെ തീരത്ത് വെച്ചാണ് സംഭവിക്കുന്നത്. അദ്ദേഹം ഇവരെല്ലാം മറുകരയിലേക്ക് എത്തിച്ചു. ഇദ്ദേഹം മാത്രം അവിടെ തന്നെ തിരിച്ചു നിൽക്കുകയാണ്. ചിലപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു, ഈ മനുഷ്യൻ അടുത്ത ഒളിച്ചോട്ടത്തിന് വേണ്ടിയാണോ എന്ന്. ഭാര്യയും മക്കളെയും സമ്പത്തെല്ലാം അങ്ങോട്ട് വിട്ടിട്ട് പേടിച്ചു ഓടുന്ന ഒരു മനുഷ്യനാണോ എന്ന് നമ്മൾ ചിലപ്പം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ യാക്കോബിൻ്റെ ഈ ദയനീയമായ അവസ്ഥ ചിലപ്പോൾ നമുക്കുണ്ടാകാറുണ്ട്. നമുക്കൊന്ന് മറുകര പോകാനുള്ള ധൈര്യമില്ലാതിരിക്കുന്നുണ്ട്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ നേരിടാനുള്ള തൻ്റെ ഇടമില്ലാതെ നമ്മൾ പരാജയപ്പെട്ട് ഒളിച്ചോടുന്നുണ്ട്, മാറിപ്പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു മൽപ്പിടുത്തത്തിലൂടെ യാക്കോബ് നേടിയ ശക്തി പോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതെല്ലാം വിഭജിച്ച് തൻ്റെ ചേട്ടനെ, തൻ്റെ സഹോദരനെ ആശ്വസിപ്പിക്കുവാനോ സന്തോഷിപ്പിക്കുവാനോ സകലതും വിട്ടുകൊടുക്കുന്ന യാക്കോബ്, എന്നാൽ രാത്രിയിൽ വലിയ ആത്മസംഘർഷത്തിൻ്റെ ഭാഗം വീണ്ടും അപരിചിതനായ ഒരാൾ ആക്രമിക്കുന്നു. യാക്കോബിനത് മനസ്സിലാകുന്നില്ല. ഗത്യന്തരമില്ലാതെ യാക്കോബ് മൽപ്പിടുത്തം നടത്തുന്നു. അതൊരു ജീവൻ മരണ പോരാട്ടമാണെന്ന് നമുക്കറിയാം. കാരണം തുടയല് തെന്നി മാറിയിട്ടും ആ വേദന സഹിച്ചുകൊണ്ട് സൂര്യോദയം വരെ മൽപ്പിടുത്തം നടത്തണമെങ്കിൽ യാക്കോബ് വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നുപോയതാണ്. എങ്കിലും തൻ്റെ ശക്തി തിരിച്ചറിയുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ലാബാൻ എന്ന് പറയുന്ന, ഏസാവ് എന്ന് പറയുന്ന 2 ഭിന്ന ശക്തികൾക്കിടയിൽപ്പെട്ട് ഞെരുങ്ങുന്ന ഒരു വ്യക്തിത്വമായി ജീവിതമായി യാക്കോബിൻ്റെ ജീവിതത്തെ നമുക്ക് കാണാൻ സാധിക്കും. എങ്കിൽ ഇത്തരത്തിലുള്ള ചില ഞെരുക്കത്തിലൂടെ തന്നെയാണ് നമ്മുടെ ജീവിതവും നിൽക്കുന്നത്, കടന്നു പോകുന്നത്. ഒരു രോഗമായിരിക്കാം, സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, കുടുംബ പ്രശ്നമായിരിക്കാം, അപകടങ്ങളായിരിക്കാം, പ്രകൃതിക്ഷോഭമായിരിക്കാം. ഇങ്ങനെ ഏതെല്ലാമോ കാരണങ്ങൾ പലപ്പോഴായിട്ട് നമ്മളെ ഞെരുക്കുന്നുണ്ട്. പക്ഷേ ഈ ഞെരുക്കത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. തൻ്റെ എതിരാളി അതിശക്തനാണെന്ന് യാക്കോബിന് മനസ്സിലായി. എന്നാൽ അത് തന്നെ പരാജയപ്പെടുത്തുവാനോ തന്നെ നശിപ്പിക്കുവാനോ തന്നെ ഇല്ലാതാക്കാനോ വന്ന ശക്തിയല്ല എന്നും അവസാനം മനസ്സിലാകുകയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതേപോലുള്ള സമ്മർദ്ദങ്ങൾ, ഇതേപോലുള്ള പീഡകൾ, ഇതേപോലുള്ള ദുരിതങ്ങൾ, ഇതേപോലുള്ള ചില മൽപ്പിടുത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ദൈവം എന്നെ കൈവിട്ടു, ദൈവം എന്നെ ഉപേക്ഷിച്ചു, ഇനി എനിക്ക് പ്രത്യാശിക്കാൻ ഒന്നുമില്ല എന്ന രീതിയിൽ നിരാശപ്പെട്ട് ജീവിക്കേണ്ടവരല്ല നമ്മൾ. മറിച്ച് ഈ മൽപ്പിടുത്തത്തിന് അവസാനം നമ്മുടെ ജീവിതത്തിലേക്കും ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുമെന്നുള്ള ശരിക്കും പറഞ്ഞൊരു വാഗ്ദാനമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, യാക്കോബിൻ്റെ സ്വഭാവം പക്ഷെ നമ്മളെക്കാളും പരിതാപകരമാണ്. വഞ്ചന വിതച്ച യാക്കോബാണ്.
അത് 100 മടങ്ങ് കൊയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യഹൂദരിടയിൽ ഇതിനെക്കുറിച്ചൊരു കഥയുണ്ട്. ഈ വഞ്ചന വിതച്ച് അതിൻ്റെ 10 മടങ്ങ് കൊയ്യുന്ന യാക്കോബ് എന്നും പറഞ്ഞുകൊണ്ട്. ഇളയ മകളായ റാഹേലിന് വേണ്ടിയാണ് യാക്കോബ് 7 വർഷം ലാബാൻ്റെ അടുത്ത് ജോലി ചെയ്തെന്ന് നമുക്കറിയാം. വാഗ്ദാനം ഇതായിരുന്നു, 7 വർഷം പണിയെടുക്കുക, എൻ്റെ മകളെ നിനക്ക് ഭാര്യയായിട്ട് തരും. അങ്ങനെ 7 വർഷം കഴിഞ്ഞപ്പോൾ യാക്കോബ് ചോദിച്ചു. അമ്മായിപ്പൻ ലാബാൻ തൻ്റെ മകളെ അവന് ഭാര്യയായിട്ട് കൊടുത്തു. ആദ്യരാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് യാക്കോബിന് മനസ്സിലാകുന്നത് താൻ ചതിക്കപ്പെട്ടു. തനിക്ക് തന്നിരിക്കുന്നത് മൂത്ത മകളാണ്, ലേയയാണ്. അപ്പോൾ പലപ്പോഴും യാക്കോബ് ഈ ലേയയോട് കോപിച്ച് ഇങ്ങനെ പറയും, നീ എന്തിന് എന്നെ വഞ്ചിച്ചു? മൂടുപടം ഇട്ട് നീ എന്നെ പറ്റിക്കുകയായിരുന്നു. കല്യാണ മണ്ഡപത്തിൽ പലവട്ടം റാഹേൽ റാഹേൽ എന്ന് വിളിച്ചപ്പോൾ നീ ഇരുന്ന് മൂളിയത് എന്തിന്? ഇതാണ് യാക്കോബ് കോപിച്ചുകൊണ്ട് പറയുന്നത്. എന്നാൽ അവൾ ലേയ വിട്ടുകൊടുത്തില്ല. അവൾ പറയുകയാണ്, അവൾ പറഞ്ഞു, ഞാൻ മൂളി ഏസാവിൻ്റെ വേഷം കെട്ടിച്ച് അപ്പൻ്റെ അടുക്കൽ അമ്മ കൊണ്ടുവന്നപ്പോൾ നിന്നെ തടവി ഏസാവ് ഏസാവ് എന്ന് അപ്പൻ വിളിച്ചപ്പോൾ നീ മൂളിയില്ലേ? വഞ്ചനയിൽ നിന്നും ഒളിച്ചോടാൻ തീരുമാനിച്ച വ്യക്തി വഞ്ചനയുടെ സഹികെട്ട് തിരിച്ച് ഒളിച്ചോടിയതാണ് യാക്കോബിൻ്റെ വരവ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മളും ഏതെല്ലാം കാര്യങ്ങൾ ചെയ്ത് നമ്മൾ രക്ഷപ്പെട്ട് മാറി നിൽക്കാൻ ശ്രമിച്ചുവോ, ചിലപ്പോഴൊക്കെ മടുത്ത് അതിൻ്റെ തിരിച്ചടികൾ കണ്ട് മനസ്സ് മടുത്ത് തിരിച്ചു പോരേണ്ട അവസ്ഥയും നമുക്കുണ്ട്. വല്ലാത്ത നിരാശയുടെ അവസ്ഥയായിരിക്കാം. അങ്ങനെ നിരാശപ്പെട്ട് ജീവിതം തകർന്ന് മടുത്ത് ഇരിക്കുമ്പോഴാണ് അടുത്ത മൽപ്പിടുത്തമോ അടുത്ത പീഡനമോ അടുത്ത ദുരിതമോ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അവിടെ നമ്മൾ ശക്തി പ്രാപിക്കുവാനുള്ള വഴിയുണ്ടെന്നാണ് നമ്മളോട് ഈ വചനഭാഗം സൂചിപ്പിക്കുന്നത്. റോമാലേഖനത്തിൽ 7-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ സൂചിപ്പിക്കുന്ന കാര്യമുണ്ട്. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന വിരുദ്ധ ഭാവങ്ങളാണ്, വിരുദ്ധ ധ്രുവങ്ങളിലുള്ള സംഭവങ്ങളാണ്. 1, ഞാൻ ആഗ്രഹിക്കുന്ന നന്മയുടെ മേഖല. 2, ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയുടെ മേഖല. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഇവ തമ്മിലുള്ള മൽപ്പിടുത്തം അനുദിനമായി നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പൗലോസ്ലീഹ പറയുന്നു, നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ തന്നെ ചെയ്തുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അങ്ങനെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു. എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമമോർത്ത് ആഹ്ലാദിക്കുന്നു. എൻ്റെ അവയവങ്ങളിലാട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന മറ്റൊരു നിയമം ഞാൻ കാണുന്നു. ഇത് എൻ്റെ അവയവത്തിലുള്ള പാപത്തിൻ്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു. അപ്പോൾ ഈ ഒരു മൽപ്പിടുത്തത്തിൻ്റെ മേഖല എല്ലാ ആധ്യാത്മിക സംഭവങ്ങളിലും ആധ്യാത്മിക വ്യക്തികളിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. തന്നിൽ തന്നെയുള്ള മാലിന്യങ്ങൾ നീക്കി ശുദ്ധീകരിക്കപ്പെടേണ്ട വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. പല രീതിയിലുള്ള മാലിന്യങ്ങൾ നമ്മുടെ മേലുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ പരാജയപ്പെടുത്താനുള്ള ദൈവികമായ ശക്തിയിൽ ആശ്രയിക്കുവാനാണ് ഈ സംഭവത്തിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് ആത്മീയമായി ഒത്തിരി വളർന്ന വ്യക്തിയാണെന്ന് നമുക്കറിയാം. 2-ാം ക്രിസ്തു എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അദ്ദേഹം. പഞ്ചക്ഷതങ്ങൾ, യേശുവിൻ്റെ 5 തിരുമുറുകൾ കിട്ടിയ വലിയ ഒരു വിശുദ്ധനാണ്. അദ്ദേഹത്തെക്കുറിച്ച് കസാന്തസാക്കിസ് വിവരിക്കുന്നത് ഇങ്ങനെയാണ്: കാലങ്ങളായി ഈ 2 പേരും എനിക്കുള്ളിൽ മൽപ്പിടുത്തത്തിലാണ്. എൻ്റെ ജീവിതം മുഴുവനും ഈ മൽപ്പിടുത്തമായിരുന്നു. നിങ്ങൾ അത് മനസ്സിലാക്കും എന്ന് ഞാൻ കരുതുന്നു. അവർ പല പേരുകൾ എടുത്തേക്കാം: ദൈവവും ചെകുത്താനും, ആത്മാവും ശരീരവും, നന്മയും തിന്മയും, വെളിച്ചവും ഇരുട്ടും. പക്ഷേ അവർ എപ്പോഴും എൻ്റെ അമ്മയും അപ്പനുമാണ്. അമ്മ പറയുന്നു, നല്ലവനായിരിക്കുക, എൻ്റെ അനുഗ്രഹമുണ്ട്, പാവങ്ങളെയും എളിയവരെയും മർദ്ദിതരെയും സ്നേഹിക്കുക. അതേസമയം അപ്പൻ പറയുന്നു, കാശുണ്ടാക്കുക, സമ്പന്നനാകുക. ഇതിൽ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലുണ്ടാകുന്ന പിടിവലികളാണ്.
ഒരു ഭാഗത്ത് നന്മ ചെയ്യുവാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന വ്യക്തികളും സാഹചര്യങ്ങളും ആവശ്യങ്ങളും, അതോടൊപ്പം തന്നെ അതിനെ മറികടന്നുകൊണ്ട് തിന്മ ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന വ്യക്തികളും സാഹചര്യങ്ങളും സാധ്യതകളും. ഈ ഒരു ബലപ്രയോഗം തന്നെ, ഈ ഒരു മത്സരം തന്നെ നമ്മുടെ അനുദിന ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടുമിക്കപ്പോഴും ഒരുപക്ഷെ നമ്മൾ പരാജയപ്പെടുന്നു എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ പ്രത്യാശയില്ലാതെയാണ് നമ്മൾ പോരാടുന്നത്. ദൈവത്തിന് ആയുധങ്ങൾ ധരിക്കുവാനോ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുവാനോ പറ്റാത്തതുകൊണ്ടാണ് നമ്മളതിൽ പരാജയപ്പെട്ടു പോകുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള യുദ്ധക്കളത്തിൽ ദൈവം നമുക്ക് ശക്തി തരുന്നുണ്ട് എന്ന് യാക്കോബിൻ്റെ ഈ അനുഭവത്തിലൂടെ നമ്മളെ തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. വലിയ മിസ്റ്റിക്കായിരുന്ന, ആത്മീയ പിതാവായിരുന്ന കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ തൻ്റെ ആത്മീയ ജീവിതത്തെ, അല്ലെങ്കിൽ ഒരു ആത്മാവിൻ്റെ ജീവിതത്തെ സൂചിപ്പിക്കുന്നത് ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി എന്നാണ്. ആത്മീയമായ കയറ്റമാണെങ്കിലും ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ദൈവികതയിലേക്ക്, ആത്മാവിൻ്റെ വളർച്ചയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ഇരുണ്ട രാത്രികൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. ഇപ്പോൾ പരിത്യജിക്കാനാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്, ഉപേക്ഷിക്കാനാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. എന്താണ് ഉപേക്ഷിക്കേണ്ടത്? എൻ്റെ ഉള്ളിൽ തന്നെയുള്ള രണ്ട് ഭാവങ്ങളുണ്ട്. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചു, ദൈവവും പിശാചും, നന്മയും തിന്മയും, ആത്മാവും ശരീരവും, വെളിച്ചവും ഇരുട്ടും. ഇങ്ങനെ എൻ്റെ തന്നെ ഉള്ളിലുള്ള, നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലുള്ള ഈ രണ്ട് ഭാവങ്ങളിൽ ഒന്നിനെ നിർബന്ധമായിട്ട് ഉപേക്ഷിക്കുക. ഏതിനാണ് ഉപേക്ഷിക്കേണ്ടതെന്നുള്ളതാണ്. തിന്മയായിട്ടുള്ളതിനെ, പാപമായിട്ടുള്ളതിനെ ഉപേക്ഷിക്കുവാനാണ് ഈശോ അടിവരയിട്ട് ആവശ്യപ്പെടുന്നത്. അത് നിഷേധിക്കാതെ, അത് പരിത്യജിക്കാതെ യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഒരേ നാവിൽ നിന്ന് നന്മയും തിന്മയും വരുന്നുണ്ടല്ലോ. ഒരേ വികാരം സ്നേഹമാകാം, വെറുപ്പാകാം. ഒരേ ബുദ്ധി സ്വാതന്ത്ര്യമുള്ളതാകാം, അടിമത്തമായിരിക്കാം. ഇതിൽ ഒന്നിനെ, നന്മയായിട്ടുള്ളതിനെ തിരഞ്ഞെടുക്കുകയും തിന്മയായിട്ടുള്ള ഭാഗത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുക. തിന്മയെ നിഷേധിച്ച് നന്മയെ സ്വീകരിക്കുക. സ്വാതന്ത്ര്യം സ്വീകരിച്ച് അടിമത്തം ഉപേക്ഷിക്കുക. സ്നേഹം എടുത്ത് വെറുപ്പിനെ ഇല്ലാതാക്കുക. വ്യഭിചാരത്തെ ഉപേക്ഷിച്ച് ബ്രഹ്മചര്യയായി ജീവിക്കുക. പാപത്തെ വേണ്ടെന്ന് വെച്ച് നന്മയിൽ ജീവിക്കുക. ഈ ഒരു മൽപ്പിടുത്തമാണ് യാക്കോബിലൂടെ നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നരകത്തെ ഉപേക്ഷിച്ച് സ്വർഗത്തെ സ്വന്തമാക്കുക എന്നുള്ളതാണ്. ഇനി യാക്കോബിൻ്റെ മൽപ്പിടുത്തത്തിൽ യാക്കോബ് ജയിച്ചെങ്കിലും അത് പൂർണ്ണമായ ജയമായിരുന്നില്ല. കാരണം മുടന്തുള്ള ഒരു വ്യക്തിയായിട്ടാണ് അയാൾ ആ സ്ഥലത്തേക്ക് പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായ വിജയം, പാപത്തിന് മേലുള്ള സമ്പൂർണ്ണമായ വിജയം നമുക്ക് ലഭിക്കുമെന്ന് കരുതേണ്ട ആ ദൈവത്തിൻ്റെ ദാനമായും ദൈവത്തിന് ഔദാര്യമായും നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. പിന്തിരിഞ്ഞോടാതെ ആ പ്രവണതയെ മറികടക്കുവാൻ വേണ്ടി ആണ് കർത്താവ് നമ്മളെ നിരന്തരമായി ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ടു പോയാൽ ജീവിതം പാഴാകുമെന്നും നഷ്ടപ്പെടുമെന്നും നമുക്കറിയാം. യാക്കോബിനെ ശക്തിപ്പെടുത്തിയ കർത്താവ്, ഇസ്രായേലിനെ ശക്തിപ്പെടുത്തിയ കർത്താവ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. സർവ്വശക്തിയും ഉപയോഗിച്ച് ആരെല്ലാം ദൈവരാജ്യത്തിനു വേണ്ടി അധ്വാനിക്കുന്നുവോ, പാപത്തിനെതിരായി ബലം പ്രയോഗിക്കുന്നുവോ, അവരെല്ലാം ദൈവശക്തി കൊണ്ട് നിറയപ്പെടുകയാണ്. ദൈവം കടുത്ത പരീക്ഷണങ്ങളിലൂടെ നമ്മളെ കടത്തിവിടുന്നത്, മൽപ്പിടുത്തങ്ങൾ ധാരാളമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്, വിശ്വാസത്തോടു കൂടി നിരന്തരമായ പ്രാർത്ഥനയിലൂടെ അവയെ തകർക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന വഴിയായിട്ട്. അവിടെ വച്ച് യാക്കോബ് അതിനൊരു പേര് വിട്ടു, പെനുവേൽ, ദൈവത്തെ കണ്ടുമുട്ടിയ സ്ഥലം.
എന്ന് മാത്രമല്ല ദൈവത്തെയും പരാജയപ്പെടുത്തി മനുഷ്യനുമായിട്ട് മല്ലടിച്ചു. അപ്പോൾ ദൈവത്തെയും മനുഷ്യനോടും മല്ലടിച്ചവൻ എന്നർത്ഥത്തിലുള്ള പെനുവേൽ എന്ന പേര് ആ സ്ഥലത്തിന് വന്നു. നമ്മൾ നിരന്തരമായ ഈ പെനുവേൽ അനുഭവത്തിലൂടെയാണ് നമ്മൾ ചിലപ്പോൾ ദൈവത്തോട് മല്ലടിക്കുന്നു, മനുഷ്യരോട് നമ്മൾ മല്ലടിക്കുന്നു. അവിടെ ദൈവം നമ്മുടെ പക്ഷത്ത് നിന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ പേര് മാറ്റി, യാക്കോബിൻ്റെ പെരുമാറ്റം മാറ്റി. ദൈവത്തോട് ബലം പിടിക്കുന്ന മനുഷ്യന്, തിന്മയോട് ബലം പിടിക്കുന്ന മനുഷ്യന് വിജയത്തിൻ്റെ സമയത്ത് ദൈവം പേരും മാറ്റും, പെരുമാറ്റവും മാറ്റും. ഏസാവ് എന്ന് പറയുന്ന തൻ്റെ സഹോദരനുമായി അനുരഞ്ജനപ്പെടുവാൻ വേണ്ടി പോകുന്ന യാക്കോബ് ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനം നടത്തിയ ഒരു മൽപ്പിടുത്തമായിരുന്നു. അതിൽ അയാൾ വിജയിക്കുകയും ദൈവത്തിൻ്റെ ദേശത്തേക്ക് വരികയും ചെയ്തതുപോലെ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് വിജയം സുനിശ്ചിതമാണ്. നമ്മൾ പുലർക്കാല വരെ നമ്മൾ ബലം പ്രയോഗിച്ചുകൊണ്ടിരിക്കണം, നമ്മൾ മത്സരിച്ചുകൊണ്ടിരിക്കണം, മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കണം. വിജയിക്കുന്നതുവരെ, അനുഗ്രഹം കിട്ടുന്നതുവരെ നമ്മൾ അനുദിന ജീവിതത്തിൽ മല്ല് പിടിക്കേണ്ടവരാണ്, മൽപ്പിടുത്തം നടത്തേണ്ടവരാണ്. നല്ല ശക്തി ദൈവം നമുക്ക് തരുന്നുണ്ട്. അത് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കട്ടെ. ആമേൻ.